ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള കരത്തിൻ കീഴില് ദൈവമായ കർത്താവ് നമ്മെ സംരക്ഷിച്ചു. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. ദൈവനാമത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് പ്രകൃതി ദുരന്തത്താല്, പ്രകൃതി പ്രക്ഷോഭത്താല്, പകർച്ചവ്യാധിയാല് നഷ്ടപ്പെട്ടു പോയ, വേദന അനുഭവിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്കിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉറവുകൾ തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ളവൻ, ദുരന്തങ്ങളായിട്ട്, കഷ്ടങ്ങളായിട്ട്, നഷ്ടങ്ങളായിട്ട്, മരണമായിട്ട് കടന്നു പോകുന്ന ഈ സാഹചര്യം 121 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് മാത്രം. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജീവിക്കാൻ അനുവദിച്ചവൻ, ആ അനുവദിച്ചന്റെ കരങ്ങളിലേക്ക് വേദന മാത്രമായിട്ട്, കണ്ണുനീര് മാത്രമായിട്ട്, നഷ്ടപ്പെടലുകൾ മാത്രമായിട്ട്, കഷ്ടങ്ങളുമായി, ദുരിതങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ നമ്മുടെ തുണ സഹോദരങ്ങൾ നമുക്ക് ഓർക്കാം. ദൈവമേ, അവിടുത്തെ അദൃശ്യമായിട്ടുള്ള കരം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ലൂക്ക 11:21 പറയുന്നത് പോലെ ശക്തൻ ആയുധധാരിയായിട്ട് തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ദൈവമേ, വചനത്തിന്റെ കൊട്ട കെട്ടണമേ. യേശുനാമത്തിന്റെ ശക്തിയാല്, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്താല്, വചനത്തിന്റെ കോട്ടയാല് ലോകം മുഴുവനെ നമുക്ക് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമം അങ്ങയുടെ മക്കൾ അറിയുവാന്, പക്ഷെ ചിറങ്കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞവൻ. ആ ദൈവകരങ്ങളിലേക്ക് ലോകം മുഴുവനെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് പകർച്ചവ്യാധികളാല്, അതിലുപരി പ്രകൃതി ദുരന്തത്താല്, പ്രകൃതിക്ഷോഭത്താല്, നഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ കണ്ണുനീരുമായിട്ട് കടന്നു പോകുന്ന മക്കൾ, ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ചയാണ്. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. കർത്താവേ, ഈ വചനത്തിന്റെ യോഗ്യതയാല് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശക്തി മനുഷ്യ മക്കളുടെ കൂടെയുണ്ട്, പ്രകൃതിയുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ശക്തമായിട്ടുള്ള ആ സംരക്ഷണം പ്രകൃതിക്കും അങ്ങയുടെ മക്കൾക്കും പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം പിടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. കർത്താവിന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്നവൻ, നമുക്ക് ചുറ്റും പാളയം പിടിച്ച് കാവൽ ദൂതന്മാരുടെ സംരക്ഷണം കൊട്ടുകെട്ടി നമ്മെ നയിക്കുന്നവൻ, ആ ദൈവകരങ്ങളിലേക്ക് എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അറ്റമില്ലാത്ത അങ്ങയുടെ വചനം, വാഗ്ദാനം വിശ്വസ്തനായവൻ, ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, അങ്ങയുടെ കരത്തിൻ കീഴില് ദൈവമേ പ്രകൃതിയെ സംരക്ഷിക്കണം. അങ്ങയുടെ മനുഷ്യ മക്കളെ, ഞങ്ങളുടെ തുണ സഹോദരങ്ങളെ സംരക്ഷിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, വിശുദ്ധദാനകരങ്ങളിലേക്ക്, തൃത്വ കൂട്ടായ്മയിലേക്ക്, പ്രപഞ്ചത്തെ മുഴുവന് സൃഷ്ടിച്ചവൻ, മനുഷ്യ മക്കളെ കാത്തുപരിപാലിക്കുന്നവൻ, ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവമേ കടന്നു പോകുന്ന വഴികൾ ദുർഘടമാണ്. ഈ ദുർഘടമായ സാഹചര്യങ്ങളിലേക്ക് നിന്റെ ശക്തി ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ദിവസം, കരുണ നിറഞ്ഞ ദിവസം, നന്മ നിറഞ്ഞ ദിവസം.